Watch full episodes on Jio Hotstar. എന്റെ ചങ്ക്, എന്റെ ബ്രോ, പത്ലുവിന്റെ ഐഡിയ വർക്കൗട്ട് ആയി കഴിഞ്ഞിരിക്കുന്നു. മോട്ടുപത്രം ശരിക്കും ഒരു അത്ഭുതം തന്നെ സൃഷ്ടിച്ചു. ഇവരാണ് നമ്മുടെ ഈ നഗരത്തിന്റെ സേവിയർ. മോട്ടുപത്ലു, നിങ്ങൾ വീണ്ടും തെളിയിച്ചിരിക്കുന്നു ശക്തിയെക്കാളും ബുദ്ധിയാണ് വലുതെന്ന്. കൊള്ളാം കൊള്ളാം. താങ്ക് യു ബോക്സർ ചേട്ടാ, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഞങ്ങൾ രണ്ടുപേർക്കും ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. മോട്ടു, ഇതിന് യാതൊരു സംശയവുമില്ല. അതായത് നിങ്ങൾ ഇന്ന് വളരെ ധൈര്യത്തോടെ ഈ ജോലി ചെയ്തു തീർത്തിരിക്കുന്നു. വെൽ ഡൺ. വിജയിക്കട്ടെ, വിജയിക്കട്ടെ, വിജയിക്കട്ടെ. പൊളിച്ചെടുത്തല്ലോ. അതെ, ഇവർക്ക് 3 പേർക്കും ബോധം വരുന്നുണ്ടെന്നാ തോന്നുന്നേ. അവര് ചെയിന് പൊട്ടിക്കാതെ നോക്കിക്കൊള്ളാം. അതെന്തായാലും നടക്കില്ല ചങ്കെ. ഇത് ഞാൻ സ്പെഷ്യൽ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതല്ലേ. എന്റെ അമ്മോ, ഡോക്ടർ ജഡ്ക ഉണ്ടാക്കിയ സ്പെഷ്യൽ ചങ്ങലപ്പോ പൊട്ടിത്തെറിക്കുന്ന തോന്നുന്നത്. മോട്ടുപത്ലു, നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാവരും ഒന്ന് സൈഡിലേക്ക് മാറി നിൽക്ക. സൈഡിലേക്ക് മാറി നിൽക്ക. ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ, ഓടി. അല്ല, ഒന്ന് നിന്ന് എങ്ങോട്ടായി ഓടി പോണേ? അല്ല അല്ല അല്ല, ഞങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുപോകുന്നേ. എവിടെ നേരെ ഓടി രക്ഷപ്പെടൂ. ഓടിക്കൂ എന്റെ ചേട്ടാ. എവിടേക്കായി ഓടുന്നത്? വേണ്ട, വിടൂ വിടൂ. ഹലോ മോട്ടുപത്ലു, എവിടേക്കായി ഓടുന്നത്? ഈ കാണുന്ന കളികളൊക്കെ നിങ്ങൾ കാരണമല്ലേ നടക്കുന്നത്. പിങ്കി, ഇവന്മാരെ കൊണ്ടുപോ. ഹലോ മോട്ടുപത്ലു, നിങ്ങളുടെ ഈ പുതിയ കൂട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇനി ഞങ്ങൾ ഈ ലോകം പിടിച്ചടക്കുന്നത് വരെ നിങ്ങൾ ഇവിടെ തന്നെയായിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങളല്ല ഹീറോസ്, ഞങ്ങളാണ് സൂപ്പർ ഹീറോസ് അല്ല, നിങ്ങൾ സൂപ്പർ വില്ലന്മാരാണ്. മര്യാദക്ക് പോയിക്കോ ഇവിടുന്ന്. എന്റെ തിളപ്പിനി മാറിയിട്ടില്ലല്ലേ? ഞങ്ങളുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുന്നത് വരെ നീ ഈ കൂട്ടിനകത്ത് തന്നെ ആയിരിക്കും. മനസ്സിലായോ? ഈ ക്യാപ്സൂൾ കൂട്ടിനകത്തായിരിക്കും നീ. എല്ലാവരും തന്നെ ഞങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കുന്നവരാണ്. അംഗീകരിക്കാത്തവരൊക്കെ തന്നെ അതിന്റെ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ കൂട്ടിനകത്ത് കുറച്ചു നാള് കിടക്ക്. ഇനി ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ.
മോട്ടും പത്ലും കാരണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി. നമ്മളുടെ മനസ്സിനത്ര ബലം പോരാ. ആർക്കും വേണമെങ്കിൽ നമ്മളെ നിഷ്പ്രയാസം ജയിക്കാനാകും. അതുകൊണ്ട് നമ്മുടെ അകവും ഇതുപോലെ ശക്തിയാർജിക്കണം. പിങ്കി, പോക്കി, റെഡി? വരൂ, ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലോകത്തില് സൂപ്പർ വില്ലൻ ഫ്രം മാർസ് ഒരു കോളിളക്കം സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതൊക്കെ രാജ്യമാണോ ഇവന് സഹായം നിഷേധിക്കുന്നത് അവരെയൊക്കെ ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ കാണൂ നശീകരണത്തിന്റെ കാഴ്ച. ലോകം മുഴുവനും നമ്മുടെ കൈകളിലായിരിക്കുന്നു. നമ്മൾ എവിടെയാണോ നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിക്കുന്നത് അവിടെ ഒരുത്തനും നമ്മളെ പെട്ടെന്ന് ആക്രമിക്കാൻ സാധിക്കരുത്. ഡയമണ്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല തിളക്കമുള്ള ഡയമണ്ട്. വലിച്ചെടുക്ക്. ജോൺ, ഗുഡ് വർക്ക്. താങ്ക് യു ബോസ്, താങ്ക് യു. ഇനി പോയി നോക്കൂ ആ മോട്ടും പത്ലും എന്താണ് ചെയ്യുന്നതെന്ന്. അവന്മാരുടെ വിൽ പവർ നശിപ്പിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യേ. ശരി ബോസേ. നിൽക്കും ബോസ്, ഞാൻ വരുന്നു. ആ വിഡ്ഢികൾ ഇങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഈ ഡ്യൂപ്ലിക്കേറ്റ് ബോംബ് നമ്മൾ നശിപ്പിക്കുമെന്ന്. വിവരം കെട്ടവന്മാർ. ഓ എന്റെ മക്കള്, ഇത് നിങ്ങൾ കുറങ്ങാനുള്ള സമയമാണ്. അങ്ങനെ തന്നെ വെക്കടാ വെടി. കൊള്ളാം, അടിപൊളി. ടൺ ടണ ടൺ. Hey, open the door. പൊളിച്ചെടുത്തല്ല. ഈ വെടിക്കെട്ട് വെച്ചോണ്ട് ഇവരൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ഫയർ ചെയ്തോളൂ. നിങ്ങൾക്ക് മോട്ടു പത്ലുവിനെ വിടുവിക്കാൻ പറ്റില്ല. തോൽവി സമ്മതിക്ക്. എന്നിട്ട് നിങ്ങളുടെ തല താഴെ കുനിക്ക്. ഓ എന്റെ ചങ്ക്, ഇവർ കൊടുക്കുന്ന ശക്തിയെ കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും ശക്തി ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. എന്നോട് ക്ഷമിക്കുക. ഇനി നിങ്ങൾക്കെതിരെ ഒരു പരിപാടിയായിട്ട് ഞങ്ങൾ വരത്തില്ല. ഇത്തവണയെങ്കിലും ഒന്ന് ക്ഷമിക്കുക. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ. പിങ്കി പാങ്കി പോങ്കി വിജയിക്കട്ടെ. പിങ്കി പാങ്കി പോങ്കി വിജയിക്കട്ടെ. ഇതെന്തുവാണ് ഇത്? ഇതെവിടുന്നാ വന്നത്? എനിക്കത്ര പെട്ടെന്ന് ദേഷ്യം വരില്ല, പക്ഷെ വന്ന് കഴിഞ്ഞാൽ പിന്നെ അത്ര പെട്ടെന്ന് പോകുകയില്ല. മോഷണം ഞാൻ ക്ഷമിക്കും, പക്ഷെ ഫുർഫുറ നഗരത്തിലെ ജനങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചാൽ ഞാൻ ക്ഷമിക്കില്ല. ഇല്ല 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 ഇല്ല, ഒരിക്കലും ഇല്ല. ഏയ് മോട്ടു പത്ലു, ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ? യാ ചുട ചുട. നല്ല മണം.
വെരി ഗുഡ്. എന്റെ അമ്മോ, ഈ മുറിക്കകത്ത് കാരങ്ങനെ വരുമെന്ന് നിങ്ങൾ ആലോചിക്കുകയാണല്ലേ? മക്കളൊരു കാര്യം ചെയ്യ്, മാമുണ്ട് കിടന്ന് ഉറങ്ങിക്കോ. ഉറങ്ങിക്കോളാം. പക്ഷെ ഇപ്പോഴല്ലേ ചിക്കൻ കഴിച്ചത്, കുറച്ച് സമയം കഴിയട്ടെ, ഒന്ന് ദഹിച്ചോട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് എന്റെ ചെയ്യാം. അമ്മോ, അത് നിങ്ങൾ കണ്ട സ്വപ്നമായിരുന്നു. ഓക്കെ, ബൈ ബൈ, കിടന്ന് ഉറങ്ങിക്കോളൂ. സ്വീറ്റ് ഡ്രീംസ്. ചിക്കൻ സാറേ, ഞങ്ങളെ കൂടെ കൊണ്ടുപോ. ഡോർ അടഞ്ഞു കിടക്കുകയായിരുന്നല്ലോ, പിന്നെ ചിങ്കവും കാറും എങ്ങനെ അകത്തേക്ക് വന്നത്? ഞാൻ സ്വപ്നമാണോ കണ്ടത്? പക്ഷേ അവന്മാരുടെ കാര്യം ഓർക്കുമ്പോ ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ ഇടി മേടിക്കും, അല്ലാതെ എന്താ? ആ പിങ്കിയും പാങ്കിയും പോങ്കിയും എന്നെ ഡോങ്കിയാക്കൂ. വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടോ, വിട്ടോടാ. ഇതെന്താ പറ്റിയേ? എങ്ങനെ സംഭവിച്ചു? എന്റെ പൊന്നു ബോസ്, ഈ സ്വപ്നം എങ്ങനെ യാഥാർത്ഥ്യമായതെന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഉറങ്ങിയെന്നുള്ളത് സത്യമാണ്, പക്ഷേ മോട്ടുവും പത്ലവും എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇല്ല, അവന്മാരെങ്ങനെ രക്ഷപ്പെടാനാ? ഡോക്ടർ ജഡ്ക, ഇതാ വന്നിരിക്കുന്നു നമ്മുടെ സൂപ്പർ ഹീറോസ്. കാണാൻ നല്ല സ്മാർട്ട് ആയിട്ടുണ്ടല്ലേ? സ്മാർട്ടൊക്കെ തന്നെയാണ്, പക്ഷെ ഈ ഡ്രസ്സിന് പവറൊന്നും ഇല്ലല്ലോ. ഓ എന്റെ ചങ്കുകളെ, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ സ്യൂട്ടിനുള്ളിൽ തന്നെയുണ്ട് ആയുധങ്ങൾ. നിങ്ങളൊന്ന് വിചാരിക്കുമ്പോൾ തന്നെ ആ ആയുധങ്ങൾ പുറത്തേക്ക് വരും. ഞാൻ അതിനുള്ള ശ്രമത്തിലായിരുന്നു. കളി അവര് കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ. പൊളിച്ചെടുത്തല്ലോ. എന്താ ആദ്യം തന്നെ ഉന്നം പിഴച്ചല്ലോ. ഓ സോറി, ഞാൻ അറിയാതെ തെറ്റിദ്ധരിച്ചു പോയി. നിങ്ങൾ അവരെ വെള്ളം കുടിപ്പിച്ചായിരിക്കും കൊല്ലുക എന്ന്. പക്ഷെ ഈ വെള്ളം പെട്ടെന്ന് എവിടുന്നാ വന്നത്? നീ എന്താണ് ഈ പറയുന്നത്? ഇതിന്റെ അർത്ഥം ഈ സംഭവം വളരെ വിജയകരമായി പൂർത്തിയായെന്നല്ലേ? ഞാൻ ഇതില് ശാസ്ത്രപരമായിട്ട് ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തി നോക്കിയതാ. അവരുടെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വായു, ജലം, അഗ്നി എന്നിവയൊക്കെയാണ് ചങ്കുകളെ. അല്ല ഡോക്ടർ ജഡ്ക, ആ പാർട്ടിക്കിൾസ് ഒക്കെ എങ്ങനെ എടുക്കുക? ഇതിലെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, അവരെ നശിപ്പിക്കണമെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ 5 എലമെന്റ്സും വേണം ചങ്കുകള്. 5 എലമെന്റ്സോ എന്ന് വെച്ചാ ഭൂമി, വെള്ളം, വായു, ആകാശം, തീയുമോ? ഓ എന്റെ ചങ്കുകളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് ആ എലമെന്റ്സ് അടിച്ചു മാറ്റിയത് വളരെ ബുദ്ധിപരമായിട്ടാണ് ചങ്കുകളെ. ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. പിന്നൊരു കാര്യം ചങ്കുകളെ, നിങ്ങളുടെ ഉള്ളിൽ വെർട്ടിക്കൽ ക്യാമറകളുണ്ട്. അതിൽ നിന്ന് ലൈവ് ടെലികാസ്റ്റും കിട്ടുന്നതാണ്. താങ്ക് യു ഡോക്ടർ ജഡ്ക. താങ്ക് യു വലിയേട്ടാ. എനിക്ക് എന്താ ഇങ്ങനെ തോന്നുന്നത്? എന്തോ ഇപ്പോൾ ഇവിടെ നിന്നും പോയതുപോലെ. മോട്ടു, ഇപ്പൊ നമ്മൾ ഒരു എലമെന്റ്സ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, അതായത് വായു. ഇനിയും ബാക്കി എലമെന്റ്സുകളൊക്കെ ഉണ്ട്. എർത്ത്, അതായത് ഭൂമി, മണ്ണ്. ഓക്കേ പത്ലു, അവിടെ നിൽക്കൂ. യുദ്ധം ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ഓടിപ്പോകുന്നത് എന്തിനാ? വേഗം മോട്ടു. മോട്ടു, ഇപ്പൊ വായുവും ഭൂമിയും കഴിഞ്ഞു. അടുത്തത് വെള്ളത്തിലേക്കാ പോവേണ്ടത്. വരൂ, വെള്ളത്തിലേക്ക് പോവാ. മോട്ടു, അത് കണ്ടോ? സമുദ്രം. എന്നാ ശരി, സമയം ഒട്ടും ബാക്കിയില്ല. നമ്മൾ ബാക്കിയുണ്ടാവോന്ന് അറിയില്ല. കടലിൽ ഒരുപാട് അടിയിലാണ്. മുകളിൽ പോയി ശ്വാസം എടുക്കാനൊന്നും സമയമില്ല.
പത്തുലു പേടിക്കരുത്, നമ്മളെ കൊണ്ട് ഇത് പറ്റും. വരൂ, ഫുർഫുറി നഗരത്തിന് വേണ്ടി നമ്മൾ ഇതല്ല ഇതിലപ്പുറവും ചെയ്യണം. വേഗം വാ. രക്ഷിക്കണേ. എന്റെ മോട്ടു, നിനക്ക് ഓർമ്മയില്ലേ ഡോക്ടർ ജഡ്ക പറഞ്ഞതെല്ലാം? എന്താ മറന്നോ? സോറി പത്തുലു, പക്ഷെ ശ്വാസം പിടിച്ചു നിൽക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. മോട്ടു, ഇനി കുറച്ച് സമയം കൂടെ മതി. ഓർമ്മ വെക്ക്, പ്രശ്നത്തിൽ തോൽക്കുന്നവരെ മോട്ടു പത്തുലുവും അല്ല. മനസ്സിലായോ? പത്തുലു, ഞാൻ തോറ്റു പിന്മാറില്ല. പക്ഷെ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്കേ, എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. നിനക്ക് ഓർമ്മയില്ലേ മോട്ടു, ഡോക്ടർ ജഡ്ക്ക് നമ്മളോട് എന്താ പറഞ്ഞെന്ന്? നിങ്ങൾക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും പോകാൻ കഴിയുമെന്ന് പറഞ്ഞില്ലേ? ആലോചിക്കേ. 1 2 3 സ്പീഡ്. മോട്ടു, 4ാമത്തെ എലമെന്റ് ആകാശത്ത് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മുടെ കയ്യിൽ ഒരു എലമെന്റ് മാത്രമേ ബാക്കിയുള്ളൂ. അത് ഫയർ ആണ്. അവിടെ നിൽക്ക്. ധൈര്യമുണ്ടെങ്കിൽ എന്നെ നേരിടാൻ വാ. തയ്യാറുണ്ടെങ്കിൽ വാ. പാങ്കി ചേട്ടാ, ഞങ്ങൾ ഇപ്പോഴല്ലേ പറക്കാൻ പഠിച്ചത്. കുറച്ചുകൂടെ സമയം എന്താ, ഞങ്ങൾ നിക്കാന്ന്. മോട്ടു, ദേ കണ്ടോ ബേണിംഗ് പ്ലാനറ്റ്. ലെറ്റ്സ് ഗോ ടു ദ ബേണിംഗ് പ്ലാനറ്റ്. വരൂ മോട്ടു, നമ്മൾ ബേണിംഗ് പ്ലാനറ്റിന്റെ വളരെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അതിനകത്തേക്ക് പോയാ നമ്മുടെ കഥയും കഴിയും. പത്തുലു, നമ്മളെ കഥ കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ കൂട്ടത്തിൽ ആ 3 പേരും നശിക്കൂലേ? പിന്നെ ഈ ഫുർഫുറി നഗരത്തിന്റെ കൂടെ ഈ ലോകം മുഴുവനും സമാധാനത്തോടെ ജീവിക്കൂലേ? മോട്ടു പത്തുലു ബേണിംഗ് പ്ലാനറ്റിൽ ചെന്ന് ചാടിയല്ലോ. പാങ്കി, തീയിൽ ചിലപ്പോ നമുക്ക് ഡേഞ്ചർ ഉണ്ടാവും. നമ്മൾ സൂപ്പർ ഹീറോസ് ആണ്. അഗ്നി അവരെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെ എന്ത് ചെയ്യാനാ? ഒന്നും സംഭവിക്കില്ല. അവന്മാരെവിടെ പോയി? മോട്ടും പത്തുലും എവിടെ പോയി നിങ്ങൾ? എനിക്ക് തോന്നുന്നത് ഗ്രഹത്തിനുള്ളിൽ അപ്രത്യക്ഷമായെന്നാ. ഞങ്ങളെ മിസ് ചെയ്തു അല്ലേ പാങ്കി ചേട്ടാ? നിക്കോ പാങ്കി, ഞാനിത് കൈകാര്യം ചെയ്യാം. എന്ത് പറ്റി പാങ്കി? എന്ത് പറ്റി? എനിക്ക് തോന്നുന്നു നിന്റെ കണ്ണിൽ കരട് പോയെന്നാ കേട്ടോ. നല്ല ഐ ഡ്രോപ്സ് മേടിച്ച് ഒഴിക്കാൻ നോക്ക്, അപ്പൊ ശരിയായിക്കോളുന്നേ. മോട്ടു, നീ എന്താ കളിക്കാണോ? ഞാൻ കാണിച്ചു തരാം. അല്ല, ഇതിനെന്താ സംഭവിച്ചത്? എന്താ പറ്റിയേ? നിന്റെ മുടി കറങ്ങുന്നില്ലേ? ചെയ്യ ട്രൈ ചെയ്യ. രണ്ടുപേരുടെയും പവറിന് എന്ത് സംഭവിച്ചു? അറിയില്ല. നീ എന്ത് വിചാരിച്ചു? നിങ്ങളെ പേടിച്ച് ഞങ്ങൾ ഓടുവാണെന്നോ? നിങ്ങൾക്ക് ബോധമുണ്ടോ നിങ്ങൾ ഞങ്ങളിപ്പോ എങ്ങോട്ടാ കൊണ്ടുവന്നെന്ന്? എയർ, പിന്നെ വാട്ടർ, സ്പേസ്, ഫയർ. ഇതെന്താ സംഭവിക്കുന്നത്? നമ്മൾ സൂപ്പർ ഹീറോസ് അല്ലേ? മമ്മി, ഞങ്ങൾ സൂപ്പർ ഹീറോസ് അല്ലേ മമ്മി? ഇതെന്താണ് സംഭവിക്കുന്നത്? എപ്പോഴാണ് സംഭവിക്കുന്നത്? എവിടെയാണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് സംഭവിച്ചത്? ഇനി ഈ ജോൺ എപ്പോഴാണ് ഓടാവുന്നത്?
പിങ്കി പാങ്കി പോങ്കി യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ. ഇല്ല, സൂപ്പർ ഹീറോ പവർ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പവർ ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ ജയിക്കാനാണ്? ലെറ്റ്സ് സറണ്ടർ ഗൈസ്. വി ആർ ഡൺ. വി ആർ ഡൺ. മോട്ടു പത്ലു, വി സറണ്ടർ. നിങ്ങൾ തന്നെയാണ് ശരിയായ സൂപ്പർ ഹീറോ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. പഞ്ചഭൂതങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ആറാമത്തെ ഭൂതത്തെ നിങ്ങൾക്ക് കാണണ്ടേ? അത് നിങ്ങൾക്ക് ജയിലിനകത്ത് വെച്ച് കാണാം. കൺഗ്രാറ്റുലേഷൻസ്. മോട്ടു പത്ലു ഇന്ന് ഇന്ത്യയെ മാത്രമല്ല പക്ഷേ മുഴുവൻ ലോകത്തെയാണ് സൂപ്പർ വില്ലൻസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. എനിക്ക് അഭിമാനമുണ്ട് മോട്ടു പത്ലുവിനെ പോലെ ധീരനും ശൂരനുമായ ആൾക്കാർ നമ്മുടെ ഈ രാജ്യത്തിലുള്ളത്. ഞാൻ നിങ്ങളുടെ സാന്നിധ്യത്തിൽ മോട്ടു പത്ലുവിനെ ഈ വേദിയിൽ ആദരിക്കാൻ ആഗ്രഹിക്കുന്നു. സത്യമാണ്, ഞങ്ങൾ സൂപ്പർ വില്ലൻസിനെ കീഴ്പ്പെടുത്തി എന്നുള്ളത്. പക്ഷേ അത് ഞങ്ങൾക്ക് മാത്രം സാധിക്കില്ലായിരുന്നു. ഒരുപക്ഷെ ഞങ്ങളുടെ കൂട്ടുകാരൻ ഡോക്ടർ ജഡ്കയും ഘസീട്ട റാമും ചിങ്കം സാറും ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ. അതെ സാറേ, അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യണം. ഞങ്ങളുടെ കൂട്ടുകാരെയും ഞങ്ങളോടൊപ്പം ചേർത്ത് ഞങ്ങൾക്ക് സമ്മാനം തരൂ പ്ലീസ് സാർ. വാ മോട്ടു പത്ലു, നിങ്ങൾ ശരിക്കും ഒരു ഹീറോയാണ്. ഹീറോ. Watch India's largest kids library only on Jio Hotstar. Download the app now.